ലാലേട്ടൻ വന്നിട്ട് രേണു സുധിയോട് ചോദിക്കുകയാണ്, രേണു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ജീവിതം? അപ്പോൾ രേണു സുധി പറയാണ്, ലാലേട്ട ഒരുപാട് നെഗറ്റീവായിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം മാറി ഒരുപാട് ആൾക്കാർ എന്നെ മനസ്സിലാക്കി. ഞാൻ ഇങ്ങനെയാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കി. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ശരിക്കും രേണു സുധി ഇങ്ങനെ ആയിരുന്നോ എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അതെ, രേണു സുധി ഇങ്ങനെയാണ്. റിയൽ ലൈഫിൽ രേണു സുധി ഇങ്ങനെയാണ്. രേണു സുധി പറയുകയാണ്, ദൈവഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ട്രിപ്സ് കിട്ടി. ഞാൻ ബഹ്റൈനിൽ പോയി, ദുബായിൽ പോയി, പിന്നെ എനിക്ക് കുറേ ഇനാഗുറേഷൻസ് കിട്ടി. ഇപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ലാലേട്ട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഇവിടെ മ്യൂസിക് ഇവൻറ്റിൽ പാട്ടൊക്കെ പാടുന്ന കേട്ടല്ലോ, ആ പാടി ലാലേട്ട, അത് ഞാൻ ഇവിടെ ഒന്നുകൂടെ പാടിക്കോട്ടെ എന്ന് രേണുസുതി ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു പാടൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് രേണുസുതി പാടി നമ്മുടെ ഒൻറാൽ രണ്ടാലാസ്യകൾ ആ പാട്ടില്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് രേണുസുതി ഫുൾ പാടി. എല്ലാവരും സ്റ്റേജിലുള്ളവരും ഹൗസിനുള്ളിലുള്ള 5 പേരും ശരിക്കും എൻജോയ് ചെയ്തു. നെവിൻ അതിന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, ഒപ്പം രേണുസുധി ഡാൻസ് കളിച്ചു. ആകെപ്പാടെ രേണുസുധി വേറെ ലെവലാക്കി നമ്മളുടെ ഷോ. നല്ലത് വരട്ടെ അല്ലേ രേണുസുധിക്ക്, കാരണം അവർ ഒരുപാട് കേട്ടു, ഒരുപാട് നെഗറ്റീവ് കേട്ടു, ഒരുപാട് ചീത്തകൾ കേട്ടു, ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലെല്ലാം മാറി ആൾക്കാർ അവരെ ഇപ്പം സ്നേഹിക്കുന്നു, അവർ അറിയപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നല്ലത് മാത്രം വരട്ടെ അവർക്ക്.